നമുക്കൊരു ഫുട്ടേജിനെ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ കൺട്രോൾ V അടിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫുട്ടേജിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തത്. ഇതിനെ വലിച്ച് ഇതിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫുട്ടേജ് കാണാമല്ലോ. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണം. കണ്ടോ? അപ്പോൾ എനിക്ക് 4 പോയിൻ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് എനിക്ക് യൂസ് ചെയ്യേണ്ടത്. ഏതാണ് 4 പോയിൻ്റ് ട്രാക്ക്. സോ നമ്മൾ സാധാരണ ട്രാക്ക് ചെയ്യുമല്ലോ. എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത്? സാധാരണ 3D ട്രാക്കർ എടുത്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിൻഡോയ്ക്കകത്ത് വർക്ക് സ്പേസിൻ്റെ അകത്ത് ഏതാണ് മോഷൻ ട്രാക്കിങ്ങിൻ്റെ അകത്തോട്ട് കയറുന്നു. മോഷൻ ട്രാക്കിങ്ങിൻ്റെ അകത്ത് ഏതാണ് ട്രാക്ക് മോഷൻ. അപ്പോൾ നമ്മൾ അകത്ത് കയറുമ്പോൾ ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സ് വേണ്ട. ഇപ്പോൾ ഒരു പോയിൻ്റല്ലേ ഉള്ളൂ അല്ലേ, ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ഞാൻ ആ പോയിൻറ്റിനെ മൂവ് ചെയ്ത് ഈ മാർക്കർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് ഒരു ഒരു കോൺട്രാസ്റ്റ് ഉള്ള ഏരിയ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്കർ വെച്ചിരിക്കുന്നത്. കണ്ടോ? ഈ ഒരു പിക്സലിൽ മാത്രമേ അത് നിൽക്കാവുള്ളൂ. പിക്സൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ മൊത്തവും ഇങ്ങനെ, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം. അതേപോലെ ഇതിൻ്റെ അകത്ത് പാരലൽ കോർണർ പിന്നും ഉണ്ട്, പെർസ്പെക്റ്റീവ് കോർണർ പിന്നും ഉണ്ട്. കണ്ടോ? അപ്പം ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് പാരലൽ ക്ലിക്ക് ചെയ്ത് അത് ഇങ്ങനെ വരും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിൻറ്റ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ കണ്ടോ, ട്രാക്ക് പോയിൻറ്റ്സ് കൂടി, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല, പോയിൻറ്റ്സ് കൂടി, അത്രേ ഉള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ പോയിൻറ്റിനായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. സോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോയിൻറ്റിനെ മാത്രം അകത്ത് കയറണേ. പുറത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കണ്ടോ, പുറത്ത് ഇത് കാണത്തില്ല, അകത്ത് കയറിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാരലൽ വേണ്ട, പെർസ്പെക്റ്റീവ് ആക്കാം. കണ്ടോ? പെർസ്പെക്റ്റീവ് ആണെങ്കിൽ പെർസ്പെക്റ്റീവിലോട്ട് പോകും. മൂവ് ചെയ്യുന്നു. 0.1 0.2 ഇത് വിടരുത്, ഇതിൽ തന്നെ മൂവ് ചെയ്യണം കേട്ടോ. ഇതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. അത് തന്നെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കണം. അടുത്തത് പോയിൻ്റ് ഏതാണ് 4 ഡ്രാഗ് ചെയ്തു. ഞാൻ ആ ഒരു ഏരിയക്കകത്ത് കറക്റ്റ് വെച്ച് കൊടുത്തു. വീണ്ടും ഇതിന് പിക്ചർ വയ്ക്കേണ്ടത് ആ പിക്ചറിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു ഇമേജ് ആണെങ്കിൽ ഈ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് കൊടുക്കുന്നു. കണ്ടോ? ഇമേജിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുക. അറിയാമല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ അകത്ത് കയറിയാലേ ഇത് കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് അകത്ത് കയറുക. എഡിറ്റ് ടാർഗറ്റ്, ഏതാണ് നമ്മുടെ ടാർഗറ്റ്? ഇമേജാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്ലൈ. ഇതിപ്പോൾ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞിരിപ്പുണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടോ? സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പോയിന്റ് വെച്ച കറക്റ്റായിട്ടില്ല. 1 2 3 4 ആ ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് വെച്ചത് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. മനസ്സിലായ സംഭവം എന്താണ്? ഇവിടെ കിട്ടിയോ? ഇനി നിങ്ങൾക്ക് എന്ത് എഫക്റ്റ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലറാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ബ്ലർ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നു. മോഷൻ ബ്ലർ, ഡയറക്ഷൻ ബ്ലർ, അതിൻ്റെ അകത്ത് ഒരു എഡ്ജ് ബ്ലർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റേഡിയൽ ബ്ലർ, മോഷൻ ബ്ലർ, ഇതാ കിടക്കുന്നത് എഡ്ജ് ബ്ലർ. കണ്ടോ? എഡ്ജ് ബ്ലർ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഈ ഏരിയക്കകത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് മാത്രമായിട്ട് നമുക്ക് ബ്ലർ ചെയ്ത് കൊടുക്കാം. കണ്ടോ? എഡ്ജ് ബ്ലർ ഇവിടെ വന്നു. ബ്ലർ വിഡ്ത്ത് ഞാൻ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം നോക്കിയേ, കണ്ടോ? കണ്ട ആ ഭാഗം മാത്രം എന്താണ്, ആ ഭാഗം മാത്രം അതിനോട് ലയിച്ചിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. അതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ദൂരം നോക്കി കഴിയുമ്പോൾ. നോക്കിയേ, കണ്ട? അപ്പോൾ സ്കെയിൽ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്ലർ ഇട്ടു, സ്വല്പം കൂടെ സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് വെച്ചിട്ട് പതുക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും എഡ്ജ് ബ്ലറങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ എഡ്ജിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. വിഡ്ത്ത്, അതേപോലെ സ്ട്രെങ്ത്ത്, എത്രത്തോളം സ്ട്രെങ്ത്ത് വേണം. കണ്ടോ? സ്ട്രെങ്ത്ത് കൂട്ടാം, വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതേപോലെ നമുക്ക് സ്കെയിലും സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതുമായിട്ട് സിങ്ക് ആയിട്ടിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. മനസ്സിലായ സംഭവം എന്താണെന്ന്? ആ എഡ്ജ് ബ്ലർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫീൽ കിട്ടും. പക്ഷേ ഭയങ്കര എഡ്ജ് ബ്ലർ കൊടുക്കില്ല. അവിടെ എന്തോ വെച്ചിരിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എഡ്ജ് ബ്ലറേ അവിടെ കൊടുക്കും.